ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറയാൻ പോണത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതെ, മാർക്കറ്റ് സ്ട്രക്ചർ സിമ്പിൾ ടൈം പറഞ്ഞുതരാം. ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൻഡിൽ പാറ്റേൺസ് ഇല്ലേ, അതായത് നമ്മുടെ ചാർട്ടില്ലേ, അത് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഏത് ഡയറക്ഷനാണെന്ന്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിൽ 3 ഡയറക്ഷനേ ഉള്ളൂ. ഒന്ന് അപ്പ് ട്രെൻഡ്, പിന്നെ ഡൗൺ ട്രെൻഡ്, പിന്നെ സൈഡ് വേസ് മൊമെൻറ്റം. ഇത് 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അപ്പ് ട്രെൻഡിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രൈസ് ഇല്ലേ, ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ഹൈ. അതായത് ആദ്യം പ്രൈസ് മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് വരും, പിന്നെ മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് വരും, പിന്നെ മേളിലേക്ക് പോകും. അതായത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അത് നമ്മൾ താഴത്തേക്ക് പോകത്തില്ല, ജസ്റ്റ് സ്റ്റെപ്പ് കയറും, പിന്നെ നിൽക്കും, പിന്നെ സ്റ്റെപ്പ് കയറും, പിന്നെ നിൽക്കും, പിന്നെ സ്റ്റെപ്പ് കയറും. ഇത്രേ ഉള്ളൂ അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ. ഇനി ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ് ട്രെൻഡ് നേരെ റിവേഴ്സ്. അതായത് ആദ്യം ഒരു പ്രൈസ് താഴത്തേക്ക് പോകും, പിന്നെ മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് പോകും, പിന്നെ മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് പോകും. അതായത് ഒരു ലോ ക്രിയേറ്റും ലോവർ ഹൈ ക്രിയേറ്റും ലോവർ ലോ ക്രിയേറ്റും ലോവർ ഹൈ ക്രിയേറ്റും ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഡൗൺ ട്രെൻഡ്. അപ്പോൾ അപ് ട്രെൻഡ് എന്ന് വെച്ചാൽ മേളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരും, മേളിലേക്ക് പോയിട്ട് താഴത്ത് വരും. പിന്നെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മുടെ പ്രൈസ് ആദ്യം താഴത്തേക്ക് പോയിട്ട് മേളിലേക്ക് വരും, താഴത്തേക്ക് പോയിട്ട് മേളിലേക്ക് വരും. ഇത്രേ ഉള്ളൂ. ഇനി സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതും പറഞ്ഞുതരാം ഞാൻ. ആദ്യം പ്രൈസ് മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് വരും, പിന്നെ മേളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് വരും. ബട്ട് ഈ കേസിൽ ഒരു ഈക്വൽ ലൈൻ കണ്ട, ഈ പിക്ക് കണിച്ച് കണ്ട, അതായത് ആ 2 ലൈനിൻ്റെയും ഇടക്ക്, അതായത് അതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് പ്രൈസ് മേളിലും താഴെ വന്നേക്കണം. അതിൻ്റെ പൊക്കത്തേക്കും പോയിട്ടില്ല, താഴത്തേക്കും പോയിട്ടില്ല. അതായത് അവിടെ തന്നെ കിടന്നിങ്ങനെ സിഗ്സാഗ് പാറ്റേണിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ ഈ സൈഡ് വേസ് മൂവ്മെൻറ്റും. ഈ ടൈം ഫ്രെയിം എന്തിനാ വെച്ചാൽ നമുക്കറിയാം, ഈ ടൈം ഫ്രെയിമിൽ 2 ടൈപ്പ് ടൈം ഫ്രെയിം ഉണ്ട്, ഹയറും ഉണ്ട് ലോവറും ഉണ്ട്. ഈ ഹയർ എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഒരു ക്ലിയർ ആയിട്ടൊരു വിഷ്വൽ കിട്ടും. ലോവർ എന്ന് വെച്ചാൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ അപ്പ് ടൈൻറ്റും ഡൗൺ ടൈൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ലോവർ ടൈം ഫ്രെയിം ഇട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ ഹയർ ടൈം ഫ്രെയിം ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് കുറച്ചൊരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബ്രൗസറിലേക്ക് പോകാം. അവിടെ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇനി നമ്മൾ ട്രെൻഡ് ഡയറക്ഷനിലാണ് ഓടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് വേറൊരു സൈറ്റ് ഉപയോഗിക്കാം, ട്രേഡിംഗ് വ്യൂ എന്നും പറഞ്ഞ്. ട്രേഡിംഗ് വ്യൂ മിക്ക ട്രേഡേഴ്സ് ഉപയോഗിക്കണത് ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ട ട്രേഡിംഗ് അടിക്കുക, ഫസ്റ്റ് കാണുന്ന കയറി നിൽക്കുക, അപ്പോൾ എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് പറയുക, ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സെർച്ച് ചെയ്യാൻ നമ്മളെന്താ സോൾ എടുക്കാൻ പോകണം, സോൾ അടിക്കുക. പിന്നെ ഏതാണ് നമ്മൾ ചെയ്യാൻ പോണ USDT, സോൾ USDT അടിക്കുക. പിന്നെ ഡോട്ട് ഒരു പിയും കൂടെ അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അവിടെ എല്ലാത്തിൻ്റെ എക്സ്ചേഞ്ച് സൈഡ് കാണിക്കും. ബിനാൻസ്, ബൈബിറ്റ്, മെക്സി, OKX എല്ലാം കാണിക്കും. ജസ്റ്റ് ലോഞ്ച് ചാർട്ട് നിൽക്കുക. ഇപ്പോൾ എന്തുവരും, ഇങ്ങനെ ഒരു കണ്ട നമ്മുടെ ചാർട്ട് കണ്ട, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കണ്ട, ജസ്റ്റ് വരും. ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് ടൂൾസ് ഉണ്ട്, കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെല്ലാം പറയാം നമുക്ക്. ഇത് ജസ്റ്റ് ഈ സൈഡ് കണ്ട, ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് കുറച്ച് ടൂൾസൊക്കെ പറയാം. റെക്റ്റാങ്കിൾ വേണം, പിന്നെ ആരോ മാർക്ക്, ഇത് ഓപ്ഷൻ ആട്ടാ. റെക്റ്റാങ്കിൾ വേണം, പിന്നെ നമുക്ക് എന്താ വേണം, ഇത് പാരലൽ ചാനൽ, ഇതൊക്കെ ഇത് 3 ഓപ്ഷനാണ് തോട്ടാ. പിന്നെ ട്രെൻഡ് ലൈൻ വേണം, ഹൊറിസോണ്ടൽ ലൈൻ വേണം, ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ, ഹൊറിസോണ്ടൽ റേ, വെർട്ടിക്കൽ ലൈൻ, പാത്ത്, പിന്നെ ക്രോസ് ലൈനിങ്, കുറച്ചൊക്കെ ഉണ്ട്. ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പാത്ത് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് നിൽക്കുക. പാത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ടൈം ഫ്രെയിം സെറ്റ് ആക്കണം. നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 4 ഹവറിലേക്ക് പോകണം. 4 ഹവറിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ട എങ്ങനെയാണ് സംഭവമൊക്കെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് കണ്ട, ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ട, ഇവിടുന്ന് ഒരു നല്ല ഡൗൺ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട് കണ്ട. അത് ഇവിടുന്ന് ആദ്യം പോയിട്ടുണ്ട് കണ്ട, പിന്നെ ഒരു ലോവർ ഹൈ ഫോം ചെയ്ത്, പിന്നെ ലോവർ ലോ, പിന്നെ ലോവർ ഹൈ, പിന്നെ ലോവർ ലോ, ലോവർ ഹൈ, ഇതേ ലോവർ ലോയിലേക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായത് ഡൗൺ ട്രെൻഡ് ആണെന്ന്. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കണ്ട, ഞാൻ ഇവിടുന്ന് വരച്ചുള്ളത് കണ്ട, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ട, ഇവിടുന്ന് ലോവർ ലേ കണ്ട, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ കണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡയറക്ഷൻ.
ഇനി നമുക്ക് നമ്മുടെ അപ് ട്രെൻഡ് കണ്ടുപിടിക്കാം. അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ അതും കാണിച്ചാൽ സിമ്പിൾ തന്നെ. ഇതിവിടുന്ന് കണ്ട സൂം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കണ്ട ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയണ്ട കാണാൻ പറ്റണം. കണ്ട ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയണ്ട വരച്ച് കാണിച്ചു തരാം. പാത്തെടുക്കുക, എടുക്കൊണ്ട് വെക്കുക. എന്തുവാ ഹയറായി കണ്ടില്ലേ? ഹയറായി ഫോം ചെയ്ത്. ഇനി നമുക്ക് ഒന്നും കൂടി എടുക്കട്ടെ, സോറി. ഒരു ഹയറായി ഫോം ചെയ്ത്, പിന്നെ ഒരു ഹയർ ലോ ഫോം ചെയ്ത്, പിന്നൊരു ഹയറായി, പിന്നൊരു ഹയർ ലോ, പിന്നൊരു ഹയറിലായി, പിന്നൊരു ഹയർ ലോ. ഈ ഹയർ ലോ തന്നെ നമ്മുടെ ചെയ്ത് നേരെ താന്നു പോയി 4 ഹവറിലേക്ക്. 4 ഹവറിൽ ഇത്രയും കാണുമ്പോൾ നമുക്ക് ചെയ്യും, 4 ഹവറിൽ ഇത്രയും പൊങ്ങിയില്ലേ? ഈ അപ് ട്രെൻഡ് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും എളുപ്പമായിരിക്കും നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ. നമുക്ക് ഇത്ര മൊമെൻ്റ് ഒന്നും പിടിക്കാനല്ല പറഞ്ഞത് ഞാൻ. അതായത് കണ്ട നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഇത്ര ഒന്നും പിടിക്കണ്ട. ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയ പാർട്ട് കിട്ടിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ചെറിയ പാർട്ട്. കാരണം നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഡേ ട്രേഡിങ്, നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്, സ്കാൽപ്പിംഗ് പോലത്തെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യണത്. സ്കാൽപ്പിംഗ് ഒക്കെ പറഞ്ഞുതരാം, വിശദമായി പറഞ്ഞുതരാം അതൊക്കെ എന്താണെന്ന്. നിങ്ങൾക്ക് നോക്കുക. എനിക്കിപ്പോൾ ഡയറക്ഷൻ മാത്രമേ പറഞ്ഞുതരാം. ഡയറക്ഷൻ ഇപ്പം അപ് ട്രെൻഡ് ആയെന്ന് മനസ്സിലായില്ലേ? അപ് ട്രെൻഡ് എങ്ങനെ വയ്ക്കാൻ മനസ്സിലായില്ലേ? അതായത് ഈ പ്രൈസ് ഇവിടെ നിന്ന് പോയത് ഇപ്പോൾ ഇവിടെ നിന്ന് 126 225 പോയി. പിന്നെ എന്ത് ചെയ്ത് 152 വന്ന്. പിന്നെ എന്ത് ചെയ്ത് 209 വന്ന്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വന്ന് 172 വന്ന്. പിന്നെ അത് 249 പോയി. ഇത്രേ ഉള്ളൂ. ആദ്യം പ്രൈസ് മേളിലേക്ക് വരും, പിന്നെ താഴത്തേക്ക് പോകും, പിന്നെ മേളിലേക്ക് വരും, പിന്നെ താഴത്തേക്ക് പോകും, പിന്നെ മേളിലേക്ക് വരും, താഴത്തേക്ക് പോകും. ഇത്രേ ഉള്ളൂ നമ്മൾ അപ് ട്രെൻഡ്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് വേസ് മൊമെൻറ്റം അത് കാണിച്ചു തരാം. സൈഡ് വേസ് മൊമെൻറ്റം ഒക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയ സൈഡ് വേസ് മൊമെൻറ്റം ഫോം ആയിക്കൊണ്ടിരിക്കണേ. സൂം ചെയ്താൽ കാണാൻ പറ്റും. കണ്ട ഇത്രയും ചെറുതൊക്കെ ആയിരിക്കും നമ്മൾ സൈഡ് വേസ് മൊമെൻറ്റം. പക്ഷേ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഇത് ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ച് കണ്ട, ഇത് സൈഡ് വേസ് മൊമെൻറ്റം ഇത് കണ്ട, നോക്കിക്കോട്ടാ. ഇത് സൈഡ് വേസ് മൊമെൻറ്റ് ഇത്. കാരണം പ്രൈസ് അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരും, പിന്നെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയാൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുക. അതായത് ഒരു 1 മിനിറ്റിലേക്ക് പോവുക. 1 മിനിറ്റിൽ കാണിച്ചു തരാം. കണ്ട ഈ 1 മിനിറ്റ് നോക്കിയാൽ നിങ്ങൾ കണ്ട പ്രൈസ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന്, പിന്നെ അങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന്, പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വന്ന്. കണ്ട ഇപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്താൽ നമ്മൾ SLTP പറഞ്ഞില്ലേ, എന്താ SLTP എന്നും അതൊക്കെ നമുക്ക് വേഗം ഹിറ്റാവും. നമുക്ക് നമ്മുടെ ഇമോഷൻസ് മൊത്തം പോകും നമുക്ക്. ഇനി 4 ഹവർ കാണിച്ചു തരാം. ഒരു ബിഗ്ഗായിട്ടുള്ള കാണിച്ചു തരാം സൈഡ് വേസ് മൊമെൻറ്റം. നോക്കട്ടെ. ഇത് ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. കണ്ട ഇതിവിടെ ചെറിയ സൈഡ് വേസ് മൊമെൻറ്റം ഫോം ആയിട്ടുണ്ട്. കണ്ട ഇവിടെയൊക്കെ കണ്ട സൈഡ് വേസ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന്, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന്. ഇതിനൊക്കെയാണ് സൈഡ് വേസ് മൊമെൻറ്റ് എന്ന് പറയണത്. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തിനാ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ലോവർ ടൈം ഫ്രെയിം ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ 4 ഹവറിൽ വെച്ചേക്കണം. ഈ 4 ഹവറിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ ഡയറക്ഷൻ കണ്ടുവച്ച് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണത്. ഇത് കണ്ട ഇപ്പോൾ ഡൗൺ ട്രെൻഡ് നമുക്ക് മനസ്സിലായത്. ഇത് കണ്ട അത് ഇവിടെ നിന്ന് ഡൗൺ ട്രെൻഡ് ഫോം ആയണ്ട. ഒരു ലോവർ ഹൈ ഫോം ചെയ്ത് ഡൗൺ ട്രെൻഡാണ് മനസ്സിലായണ്ട. ഇപ്പം നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ എന്താണ് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകും. 1 മിനിറ്റോ 5 മിനിറ്റിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇത് കണ്ട ഇവിടെ നിന്നായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ കണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ ഷോർട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് എടുക്കുമ്പോൾ താഴത്തേക്ക് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ, മേളിലേക്ക് എടുക്കരുത്. ഓൺലി താഴത്തേക്ക് മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. മേളിലേക്ക് എടുത്താൽ നമുക്ക് ലോസ് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡൗൺ ട്രെൻഡ് വരുമ്പോൾ നമുക്ക് ഡൗണിലേക്ക് മാത്രം ട്രേഡ് എടുക്കുക, അപ്പ് ട്രെൻഡ് വരുമ്പോൾ നമ്മൾ അപ്പ് ട്രെൻഡിലേക്ക് മാത്രം ട്രേഡ് എടുക്കുക. ഇത്രേ ഉള്ളൂ. ഇപ്പം ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഹൈ ഫോം ചെയ്യും, പിന്നെ ഒരു ലോ ഫോം ചെയ്യും,
പിന്നെ ഒരു ഹൈ ഫോം ചെയ്യും, പിന്നെ ഒരു ലോ ഫോം ചെയ്യും, പിന്നെ ഒരു ഹൈ ഫോം ചെയ്യും. അപ്പോൾ ഇതിനെ പറയണത് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇനി പറയാൻ പോണത് ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്തുവാ, ആദ്യം ഒരു ലോ ഫോം ചെയ്യും, പിന്നെ ഒരു ലോവർ ഹൈ ഫോം ചെയ്യും, പിന്നെ ഒരു ലോ ഫോം ചെയ്യും, പിന്നെ ഒരു ലോവർ ഹൈ ഫോം ചെയ്യും, പിന്നെ ഒരു ലോ ഫോം ചെയ്യും. ഇത് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഇവിടെ ഒരു ഹൈ ഫോം ചെയ്യും, പിന്നെ ഈക്വലായിട്ട് കണ്ട ഒരു ലോ ഫോം ചെയ്യും, പിന്നെ ഈക്വലായിട്ടൊരു ഹൈ ഫോം ചെയ്യും, പിന്നെ ഈക്വലായിട്ടൊരു എന്ത് ചെയ്യും, ലോ ഫോം ചെയ്യും. ഈക്വലാന്ന് ഇപ്പോൾ കാണിച്ചത് മാത്രമല്ല, ഇങ്ങനെ ആയിക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ വിട്ട് പിന്നെ ഇങ്ങനെ വിട്ട് പിന്നെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വരാം. എന്നാലും ഒരു സിഗ്സാഗ് പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഇത് ഈ ഒരു കോളം വിട്ട് പൊങ്ങത്തും ഇല്ല താഴത്തും ഇല്ല. ഇതാണ് നമ്മൾ സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ നമുക്ക് പറയേണ്ടത് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും ഇപ്പോൾ എന്തുവാ നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കേണ്ടത്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ 4 hour വെച്ചിട്ട് നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ട ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രെൻഡ് മനസ്സിലായി. ഇതിപ്പോൾ ഡൗൺ ട്രെൻഡാണ്, ഇവിടെ നിന്ന് മാർക്കറ്റ് ശരിക്കും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിന് ഡൗൺ, അതായത് നമ്മൾ താഴത്തേക്ക് മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് മേളിലേക്ക് ട്രേഡ് എടുത്ത് കയറുക നമുക്ക് പോകുന്നുണ്ടോ, ഇല്ല. ഇവിടെ നിന്ന് ട്രേഡ് എടുത്ത് മേളിലേക്ക് കയറുമോ, ഇല്ലല്ല. അതുകൊണ്ട് നമ്മൾ താഴത്തെ മാത്രം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ അപ് ട്രെൻഡ്, ഇതൊരു അപ് ട്രെൻഡ് അല്ലേ ഇത്. ഇതിപ്പോൾ ഇത് ഒരു അപ് ട്രെൻഡില്ലേ വന്നേച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺ എടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ലല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ ഡൗൺ എടുക്കാൻ പാടില്ലേന്ന്. അങ്ങനെ എടുക്കാൻ പക്ഷേ ഇത് വേണ്ട. നമുക്ക് എപ്പോഴും നമുക്ക് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. മാർക്കറ്റ് എന്ത് പറയുന്നത് നമ്മൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ മാർക്കറ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ താറണ്ട. നമുക്ക് മേളിലേക്ക് കയറിപ്പോകണം, നമ്മൾ മേലേക്ക് കയറിപ്പോയാൽ മതി. നമുക്ക് താഴത്തേക്ക് വേണ്ട, താഴത്തേക്ക് കയറിയപ്പോൾ മതി. പക്ഷേ നമ്മൾ സൈഡിൽ നിൽക്കണ്ട, ഓൾറെഡി നമ്മൾ ഇടിച്ച് അങ്ങനെ തള്ളി നിൽക്കണ്ട. നമുക്ക് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ഈ രണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി സൈഡ് വേസ് നമുക്ക് വിട്ടേക്ക്. സൈഡ് വേസ് നമുക്ക് വേണ്ട. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണ? സൈഡ് മൂവ്സ് നമുക്ക് വേണ്ട, ഇത് മതി, നമുക്ക് ഇത് രണ്ടും മതി. അപ്പോൾ ഹയർ ടൈം മനസ്സിലായില്ലേ, ഇത് നമ്മൾ ട്രെൻഡ് കണ്ടുപിടിച്ചിട്ട് ലോ ടൈമിൽ പോവുക. അതായത് 1 or 3 or 5 അതിലേക്ക് പോയിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. കണ്ട ഇവിടെയൊക്കെ കണ്ട ജസ്റ്റ് ഇവിടെ നിന്നൊക്കെ പോയിട്ട് ട്രേഡ് എടുത്താൽ മതി. ഇപ്പം ഇത്ര മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചറും ടൈം ഫ്രെയിമും എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വേസ് മൂവ്മെൻറ്റും ഉണ്ട്. ഇനി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ട്രെൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എവിടെ പോകും, ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ട്രെൻഡ് ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ എൻട്രി എടുക്കും. ഇത്രേ ഉള്ളൂ കാര്യം. പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു കാട്ടിൽ പോയി പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൊക്കത്ത് ഹൈറ്റുള്ള സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ വഴി കണ്ടുപിടിക്കത്തില്ലേ, എന്നിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അതിൽ കൂടി നടന്നു പോകും. അതേ സെയിം സംഭവം ഹയർ ടൈം ഫ്രെയിം ചെന്നിട്ട് നമ്മുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് ലോവർ ടൈം ഫ്രെയിം ചെന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലൂടെ നമുക്ക് കുറച്ചുകൂടി ഭാഗം കവർ ചെയ്യാം. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ട്രേഡിങ് എടുക്കണമെന്ന്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.